ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് ജെല്ലി കേക്കാണ്. ഫ്രൂട്ട് ജെല്ലി കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല പഴുത്തൊരു പപ്പായ എടുത്തിട്ടുണ്ട്, പിന്നെ ഷുഗർ ഉണ്ട്, പിന്നെ നല്ല ഫ്രഷ് കിവി ഉണ്ട്, പിന്നെ നല്ല അരിയില്ലാത്ത നല്ല സെറ്റ് മുന്തിരി ഉണ്ട്. കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. ഓ, ഇത് ടേസ്റ്റി. പിന്നെ സപ്പോർട്ടൊക്കെ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ, മാതളം. പിന്നെ ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്കറിയില്ല. നമ്മൾ 250 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്, പക്ഷേ ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സിൽ എല്ലാത്തിനും മധുരം ഉള്ളതാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഷുഗർ നമ്മൾ എടുക്കാൻ മതി. വേണമെങ്കിൽ ഈ ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്, 3 എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് ആദ്യമായി നമുക്ക് ഇതെല്ലാം ഒന്ന് ചെത്തി ഒന്ന് സെറ്റാക്കി വെക്കാം. ഫ്രൂട്ട്സ് എല്ലാം ആദ്യമേ നമ്മൾ പപ്പായയാണ് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തത്. അത് നമ്മൾ തൊലി ചെത്തി കളയുകയാണ്. തൊലിയെല്ലാം ചെത്തി നമ്മൾ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം അത് 2 പീസായിട്ട് നമ്മളത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ പോയി സ്പൂണും എടുത്തുകൊണ്ട് വന്ന് അത് ക്ലീൻ ചെയ്ത് കുരുവും കാര്യങ്ങളെല്ലാം നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പപ്പായ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ചെറുതായി കട്ട് ചെയ്യണം. നമുക്ക് വലിയ പീസിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് കുനുകുന കട്ട് ചെയ്യണം. ചെറിയ പീസുകൾ മതി. ഇത്രയും മതി. ഇങ്ങനത്തെ പീസ് മതി. ഗൈസ്, നമ്മൾ അടുത്തതായി തണ്ണിമത്തനാണ് കട്ട് ചെയ്യാൻ പോണത്. അതെന്തായാലും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായി നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലുള്ള തൊലി നമ്മൾ ചെത്തി കളയുകയാണ്. നമ്മളങ്ങനെ തൊലികളെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട് തണ്ണിമത്തൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ അത് ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. നമുക്ക് ചെറിയ പീസുകൾ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ അരിയുന്നത്. അടുത്തതായി നമ്മൾ ക്ലീൻ ആക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിൻ്റെ തൊലി എടുത്ത് കളഞ്ഞപ്പം തന്നെ കാണാൻ എന്തൊരു ചുമന്ന കളറാണ്. അങ്ങനെ ചുമന്ന ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ചെറിയ പീസുകളായി അരിഞ്ഞെടുക്കുകയാണ് റൗണ്ടിന്. അത് കഴിഞ്ഞ് നമ്മൾ വെള്ള ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട്. 2 തരം വാങ്ങിയിട്ടുണ്ട്. 2 തരം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓറഞ്ച് ക്ലീനാക്കി നാരെല്ലാം കളഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തായാലും അടുത്തതായിട്ട് നമ്മൾ അരിയില്ലാത്ത നല്ല അടിപൊളി മുന്തിരി നമ്മൾ എന്തായാലും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. മാതളവും എന്തായാലും നമ്മൾ അതേപോലെ തന്നെ ക്ലീനാക്കി എന്തായാലും വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കിവി ക്ലീനാക്കാൻ പോവുകയാണ്. ഇളം പച്ച കളർ. നമ്മളങ്ങനെ കിവി അരിയാൻ പോവുകയാണ്. റൗണ്ടിൽ അരിഞ്ഞെടുക്കണം. അടുത്തതായി നമ്മൾ സപ്പോർട്ടിക്ക ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ആപ്പിൾ അരിയാൻ പോവുകയാണ്. ഗൈസ്, അടുത്തതായി നമ്മൾ പ്ലം ക്ലീൻ ചെയ്യുകയാണ്. ഗൈസ്, അത് കഴിഞ്ഞ് നമ്മൾ ഗ്രീൻ ആപ്പിൾ ക്ലീൻ ചെയ്യുകയാണ്. ഗൈസ്, നമ്മൾ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് നല്ല മുന്തിരിയൊക്കെ കഴുകി നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തണ്ണിമത്തൻ നമ്മൾ ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പായയുടെയൊക്കെ കളറുണ്ട്, നല്ല മഞ്ഞ കളർ. കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ പീസാക്കി. പിന്നെ മാതളം നമ്മൾ തൊലിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിളുണ്ട്, പിന്നെ സാധാ ആപ്പിളുണ്ട്, പിന്നെ 2 തരം ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. അത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ കിവിയുണ്ട്. പിന്നെ ഈ സംഭവത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പ്ലം എന്നൊക്കെ പറയുന്നു. പിന്നെ ഇത് സപ്പോർട്ടിക്ക. പിന്നെ നമ്മൾ 250 ഗ്രാം ഷുഗർ ഉണ്ട്. ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൈന ഗ്രാസ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വെള്ളം ഗ്യാസിൽ തിളയ്ക്കാൻ വെച്ചിട്ട് നമ്മൾ 3 പാക്കറ്റ് ചൈന ഗ്രാസ് പൊട്ടിച്ച് അതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ചൈന ഗ്രാസ് നമ്മൾ അതിൽ പൊട്ടിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്, മെൽറ്റാവുന്ന രീതിയിൽ. അത് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന 250 ഗ്രാം പഞ്ചസാരയും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. എന്തായാലും ഇളക്കി സാധനം എന്തായാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഗൈസ്, നമ്മൾ ഇതിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ
ആദ്യമേ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചൈന ഗ്രാസ് പാത്രത്തിൻ്റെ ചുറ്റിനും നമ്മളത് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞായിരിക്കണം ഫ്രൂട്ട്സ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ നമ്മൾ അതിൻ്റെ മേലായിട്ട് നമ്മൾ ചൈന ഗ്രാസ് വീണ്ടും തേച്ച് സെറ്റാക്കി കൊടുക്കണം. ബണ്ണിൽ ക്രീം തേക്കുന്ന പോലെ അതിൽ തേച്ച് സെറ്റാക്കി കൊടുക്കണം, എങ്കിലേ അത് സെറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. എന്തായാലും നമ്മളെ ഫ്രൂട്ട്സ് ജെല്ലി കേക്കിൽ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. എന്തായാലും നമ്മളുണ്ടാക്കിയ കേക്ക് എന്തായാലും റെഡിയായി കിട്ടിയെന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും അതൊന്ന് ഇളക്കിയെടുക്കാൻ ശ്രമിക്കാം. ഇളക്കിയെടുത്തപ്പോൾ ഇതാണ് കാണുന്ന കാഴ്ച. നല്ല അടിപൊളി ഫ്രൂട്ട്സ് ജെല്ലി കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി എന്തായാലും നമുക്ക് കട്ട് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല അടിപൊളി കേക്കാണ്. മസ്റ്റ് ട്രൈ സാധനമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളെ വീട്ടിൽ. ക്രീമും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഫുള്ളുള്ളത്. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.